ഇപ്പോൾ നോ വെഹിക്കിൾ ഡേ എന്ന് പറയുന്ന ഈ നിയമം പാസാക്കിയതോടെ അവിടുത്തെ ജനങ്ങളുടെ വ്യക്തി ജീവിതത്തിന്മേലുള്ള കടന്നുകയറ്റമായി ഇതിനെ കാണണം. അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമായി ഇതിനെ കാണണം. ഭരണഘടനാ വിരുദ്ധമാണ് ഈ കരിനിയമം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യയുടെ പവിഴദ്വീപുകൾ എന്നറിയപ്പെടുന്ന ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ജീവിതത്തിനെ പ്രതിസന്ധിയിലാക്കുന്ന വാർത്തകളാണ് ലക്ഷദ്വീപിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പോൾ അവിടെ BJPയുടെ അഡ്മിനിസ്ട്രേറ്ററായ പ്രഫുൽ കോട പട്ടേൽ അധികാരത്തിൽ വന്നതിന് ശേഷം നിരന്തരം വിവാദപരമായ പലതരം തീരുമാനങ്ങൾ നടപ്പിലാക്കി അവിടുത്തെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയാണ് അദ്ദേഹം സ്വീകരിച്ചു വരുന്നത്. വളരെ സമാധാനപരമായി ജീവിച്ചിരുന്ന ലക്ഷദ്വീപ് നിവാസികളെ അവരുടെ സംസ്കാരത്തിന്മേലും അവരുടെ ഉപജീവനത്തിന്മേലും അവരുടെ സ്വാതന്ത്ര്യത്തിന്മേലുമുള്ള കടന്നുകയറ്റമാണ് പ്രഫുൽ കോട പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഭരണകൂടം അവിടെ നടത്തി വരുന്നത്. ഇപ്പോൾ ലക്ഷദ്വീപിൽ നിന്ന് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളുടെ മേൽ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റം നടത്തിയ അഡ്മിനിസ്ട്രേറ്ററുടെ നടപടിയെ പറ്റിയിട്ടാണ്. അപ്പോൾ ബുധനാഴ്ച ദിവസം ദ്വീപിൽ ഒരു വാഹനങ്ങളും ഓടാൻ പാടില്ല എന്ന കടുത്ത ഒരു നടപടിയിലേക്ക് പോയിരിക്കുകയാണ് അവിടുത്തെ ജില്ലാ കളക്ടർ. ലക്ഷദ്വീപിലെ നിരത്തുകളിൽ ഒരു ഇരുചക്ര വാഹനം പോലും ഓടാൻ പാടില്ല എന്നുള്ള ഒരു ഉത്തരവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്മേൽ വളരെ ശക്തമായ പ്രതിഷേധമാണ് ലക്ഷദ്വീപിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പല സംഘടനകളുടെ നേതൃത്വത്തിലും അവിടെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഈ ഉത്തരവിനെതിരെ ഹർജിയുമായി പോയിട്ടുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഇറക്കാൻ കാരണം എന്ന് പറഞ്ഞ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ലക്ഷദ്വീപിലെ മനുഷ്യരുടെ ആരോഗ്യസ്ഥിതി മോശമാണ്, അതിൽ സർക്കാരിന് ആശങ്കയുണ്ടെന്നാണ് അവിടുത്തെ സർക്കാർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ ആരോഗ്യം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ദിവസമെങ്കിലും അവർ വാഹനങ്ങൾ ഉപയോഗിക്കാതെ കാൽനടയായി തന്നെ സഞ്ചരിക്കണമെന്നാണ് വിചിത്രപരമായ ഒരു വാദമായി പറയുന്നത്. അത് മാത്രമല്ല, ദ്വീപിൽ പെട്രോളിന്റെ ലഭ്യത കുറവാണ്. അപ്പോൾ കൃത്യമായി പെട്രോൾ കിട്ടാത്തൊരു സാഹചര്യവും ദ്വീപിലുണ്ട്. നമ്മൾ പല വീഡിയോകളിലും നീണ്ട ക്യൂ എല്ലാം പെട്രോൾ പമ്പിന് മുന്നിൽ വാഹനങ്ങൾ നിൽക്കുന്നതെല്ലാം നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ സർക്കാരിന്റെ മറ്റൊരു വിചിത്രപരമായ വാദം അത് കേൾക്കുന്നവർക്ക് എന്തായാലും ചിരി അടക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രകൃതിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ലക്ഷദ്വീപിൽ അവിടെ വായു മലിനീകരണം കനത്തതാണെന്നാണ് സർക്കാർ പറയുന്നത്. അപ്പോൾ വായു മലിനീകരണത്തിനെ പിടിച്ചു നിർത്തണമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നത് തടയണമെന്നാണ് സർക്കാരിന്റെ മറ്റൊരു വിചിത്രപരമായ വാദമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വിചിത്രപരമായ വാദമാണ് നിങ്ങൾ മുന്നോട്ട് വെച്ചതെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഇന്ത്യയുടെ മറ്റ് പല സംസ്ഥാനങ്ങളിലും വായു മലിനീകരണം കാരണം ജീവിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ഇപ്പൊ ഡൽഹിയുടെയും മുംബൈയുടെയും അവസ്ഥ നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം. അവിടെ ജീവിക്കണമെങ്കിൽ ശുദ്ധവായുവിന്റെ ലഭ്യത വളരെ കുറവുള്ള സ്ഥലങ്ങളാണുള്ളത്. അപ്പോൾ അത്തരത്തിൽ തിരക്കുള്ള നഗരങ്ങളിലാണ് നിങ്ങൾ അത് ആദ്യം നടപ്പിലാക്കാനുള്ളത്. അല്ലാതെ കുറച്ച് മനുഷ്യർ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ഒരു ചെറിയ ദ്വീപിൽ വന്നിട്ട് നിങ്ങളുടെ രാഷ്ട്രീയം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്. അപ്പോൾ ഈ സർക്കാരിന്റെ ഓർഡറിനെ അനുസരിക്കാത്തവർക്ക് 500 രൂപ പിഴയാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് ലക്ഷദ്വീപിൽ ഓരോ ദിവസവും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം പറയാതെ പോകാൻ കഴിയില്ല. ഇത് അവിടുത്തെ ജനങ്ങളുടെ പേരിൽ അവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യത്തെ ഇത്രയും ശ്രദ്ധിക്കുന്ന ഒരു സർക്കാർ ആണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അവിടെ മുട്ടയും പാലും അതുപോലെ ഭക്ഷണ വസ്തുക്കളും പച്ചക്കറിയും എല്ലാം മിതമായ നിരക്കിൽ കൊടുത്തിരുന്ന സർക്കാരിന്റെ സ്ഥാപനങ്ങൾ അവിടെ നിന്ന് ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ് അത് അടച്ചു പൂട്ടിയത്? പ്രഫുൽ കോട പട്ടേൽ ലക്ഷദ്വീപിൽ അഡ്മിനിസ്ട്രേറ്ററായി വന്നതിന് ശേഷം അവിടെ വിവാദപരമായ പല തീരുമാനങ്ങളും നടപ്പിലാക്കി. ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യാനെന്നുള്ള പേരിൽ അവിടുത്തെ മദ്യനിരോധനം നീക്കി എന്നുള്ളതാണ്. അപ്പോൾ ആ മദ്യനിരോധനം നീക്കിയതിനു ശേഷം 10ഓളം ദ്വീപുകളിൽ ഇന്ന് മദ്യം സുലഭമായി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ആ BJPയുടെ നേതൃത്വത്തിലുള്ള പ്രഫുൽ കോട പട്ടേൽ നയിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന് കഴിഞ്ഞു. 10 ദ്വീപുകളിലെയും ഡക്ക് ബംഗ്ലാവുകളിൽ സുലഭമായി മദ്യം സൂക്ഷിക്കാനും മദ്യം വിതരണം ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം ആ ഒരു ആക്ടിൽ നിന്ന് അവിടെ ലഭിച്ചു. അത് കുത്തകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ മാത്രമായി തന്നെ കരുതണം. ഡക്ക് ബംഗ്ലാവുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഗസ്റ്റ് ഹൗസ് എന്നൊക്കെ പറയില്ലേ, ഗവൺമെന്റിന്റെ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനുള്ള സംഭവങ്ങൾ. അപ്പൊ അവിടെയാണ് മദ്യം വിളമ്പാനുള്ള ഒരു വേദിയാക്കി ഇദ്ദേഹം മാറ്റിയത്. അപ്പോൾ സമാധാനപരമായി ജീവിച്ചിരുന്ന ലക്ഷദ്വീപിലെ മനുഷ്യരെ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാൻ കഴിയുമോ, എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ കഴിയുമോ, അതെല്ലാമാണ് ഇദ്ദേഹം ഇന്ന് ലക്ഷദ്വീപിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ നടത്തിയിട്ടുള്ള ബീഫ് നിരോധനം, അവിടുത്തെ ജനങ്ങളിൽ നിന്നുള്ള ഭൂമി പിടിച്ചെടുക്കൽ, അതുപോലെ തന്നെ 2 മക്കളിൽ കൂടുതലുള്ള ആളുകൾക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു നിയമം പാസ്സാക്കിയത്, പിന്നെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ കൂട്ടമായി പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം, എങ്ങനെയൊക്കെ അവിടുത്തെ ജനങ്ങളെ ഉപദ്രവിക്കാൻ കഴിയുമോ അതെല്ലാമാണ് നിങ്ങൾ ഭരണത്തിന്റെ തണലിൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭൂമി പിടിച്ചെടുക്കുന്ന കാര്യത്തിനെ പറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായി പറയാനുള്ളത്, അഗത്ത എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം
1,10,20 ചതുരശ്ര ഭൂമി അവിടെ പിടിച്ചെടുക്കുകയുണ്ടായി. അത് ടൂറിസത്തിന്റെ പേരിൽ ആ സ്ഥലം പിടിച്ചെടുത്തതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് കുത്തകൾക്ക് കൈമാറി അവിടെ വൻകിട റിസോർട്ടുകൾക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം കൂടെയാണ് അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് എന്നുള്ളത് കാണാതെ പോകാൻ കഴിയില്ല. ഇപ്പൊ നോ വെഹിക്കിൾ ഡേ എന്ന് പറയുന്ന ഈ നിയമം പാസാക്കിയതോടെ അവിടുത്തെ ജനങ്ങളുടെ വ്യക്തി ജീവിതത്തിന്മേലുള്ള കടന്നുകയറ്റമായി ഇതിനെ കാണണം. അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമായി ഇതിനെ കാണണം. ഭരണഘടനാ വിരുദ്ധമാണ് ഈ കരിനിയമം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഇത്തരം കരിനിയമങ്ങളെ പ്രതിരോധിക്കാൻ അവിടെ നിന്ന് ഉയർന്നു വരുന്ന ശക്തമായ പ്രതിഷേധങ്ങളും ഒത്തൊരുമയും കാണുമ്പോൾ സർക്കാരുകൾ ഇത്തരം കരിനിയമങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുമെന്നുള്ള ആശാവഹമായ വാർത്തകൾ ലക്ഷദ്വീപിൽ നിന്ന് കേൾക്കാൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.